Hi, hello. My dear students, my dear children, this is the part 6 video of our chapter 11, Feudalism and the Medieval World. പ്രിയപ്പെട്ട കുട്ടികളെ, ചാപ്റ്റർ 11ൻ്റെ പാർട്ട് 6 വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ പാർട്ട് 6 ക്ലാസ്സാണ്. പാർട്ട് 5 വരെയുള്ള ക്ലാസ്സുകൾ നമ്മളുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്യൂഡലിസം ആൻഡ് ദ മെഡീവിയൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇനി മുതലുള്ള നമ്മുടെ വീഡിയോകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കണ്ടു ഫ്യൂഡലിസം എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. പിന്നീട് നമ്മൾ യൂറോപ്പ് മുതൽ ഓരോ കോണ്ടിനെൻറ്റ് ബൈ കോണ്ടിനെൻ്റ് എടുത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേഷൻ, ഒരു എംപറർ, ഒരു എംപയർ, ഇങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് പഠിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റുകളെ പറ്റി പഠിച്ചു, ആഫ്രിക്കയിലെ സ്റ്റേറ്റുകൾ പഠിച്ചു, ഏഷ്യയിലെ എംപയറുകളെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ. അപ്പോൾ അമേരിക്കൻ സിവിലൈസേഷൻസ് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നു. അപ്പോൾ മിഡീവിയൽ കാലഘട്ടത്തിൽ ഒരു 5th to 15th സെഞ്ച്വറി മിഡീവിയൽ വേൾഡിലെ അമേരിക്കൻ സിവിലൈസേഷൻ എങ്ങനെയായിരുന്നു? അപ്പോൾ അമേരിക്ക നമുക്കറിയാം, 2 കോണ്ടിനെൻ്റാണ് അമേരിക്ക, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ മെക്സിക്കോ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയും ചേർന്ന ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സിവിലൈസേഷൻസ് നിലനിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ മിഡീവിയൽ കാലഘട്ടത്തിൽ മിഡീവിയൽ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ സിവിലൈസേഷൻസ് ഏതൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ അമേരിക്കൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷനായ അസ്ടെക്സ്, അതുപോലെ ടോൾട്ടക്, മായൻസ്, ഇങ്ങനെ ഇൻകാസ് നമുക്ക് ടോൾട്ടക്സ് പഠിക്കാനില്ല. അസ്ടെക്സ്, മായൻസ് ആൻഡ് ഇൻകാസ് 3 അമേരിക്കൻ സിവിലൈസേഷനാണ് നമ്മുടെ പഠനത്തിനായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നിരിക്കുന്നത്. ഈ ടോൾട്ടക് എന്നൊക്കെ പറയുന്ന ചില സിവിലൈസേഷൻസ് ഉണ്ട്. എന്തോ നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് 3 സിവിലൈസേഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അസ്ടെക് സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷൻ ആൻഡ് ഇൻക സിവിലൈസേഷൻ. ഇവിടെ നിങ്ങൾ കാണുന്നത് മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു പുരാതന അമേരിക്കൻ സിവിലൈസേഷൻ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾ കാണുന്നത്. അത് വളരെ ഹൈറ്റുള്ള, ഒരു 3000 മീറ്ററോളം ഹൈറ്റുള്ള ഒരു പ്രദേശമാണ് നിങ്ങൾ ഈ കാണുന്ന മാച്ചു പിച്ചു. അപ്പോൾ പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ പോയറ്റ്, പാബ്ലോ നെരൂദ, ലോക പ്രശസ്തനായ ഒരു ലാറ്റിൻ അമേരിക്കൻ പോയറ്റാണ് പാബ്ലോ നെരൂദ. അദ്ദേഹത്തിൻ്റെ ദ ഹൈറ്റ് ഓഫ് മാച്ചു പിച്ചു എന്ന കവിതയിൽ നിന്നും ഒരു കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ അമേരിക്കൻ സിവിലൈസേഷൻസ് യൂറോപ്യൻ കടന്നുകയറ്റം കൊണ്ട്, പ്രത്യേകിച്ച് സ്പാനിഷ്, പോർച്ചുഗീസ് ഒക്കെ കടന്നുകയറ്റങ്ങൾ കൊണ്ട് അമേരിക്കൻ സിവിലൈസേഷൻസിന് സംഭവിച്ച നാശം, അത് എങ്ങനെ ഡിസ്ട്രോയ് ആയിപ്പോയി എന്നതിനെ സംബന്ധിച്ചുള്ള കവിയുടെ വേദനയാണ് ഈ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന കവിതയിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. പാബ്ലോ നെരൂദ ആ കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ ഈ സ്പാനിഷ്, പോർച്ചുഗീസ് അവരുടെ കൊളോണൈസേഷൻ നടന്നപ്പോൾ, അവരുടെ അധിനിവേശം നടന്നപ്പോൾ മാച്ചു പിച്ചു പോലെയുള്ള അമേരിക്കൻ സിവിലൈസേഷൻ്റെ സെൻറ്ററുകൾ നശിപ്പിക്കപ്പെടുകയും ആളുകൾ കൊല്ലപ്പെടുകയും ട്രൈബൽസിൻ്റെ കൾച്ചറും അവരുടെ ജീവൻ പോലും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്ത വലിയൊരു അതിക്രമം അവരോട് സംഭവിച്ചു. അതിനെ സംബന്ധിച്ചുള്ള കവിതയാണ് ദ ഹൈറ്റ് ഓഫ് മാച്ചു പിച്ചു.
നിങ്ങൾ ആ കവിത ഒന്ന് വായിച്ചു നോക്കണം. നമ്മുടെ എന്താണ് ഷെപ്പേർഡ്സ് എവിടെ, നമ്മുടെ വീവേഴ്സ് എവിടെ, നമ്മുടെ പ്ലോമാൻ എവിടെ, അവരുടെ ബ്ലഡ് ഇവിടെ കൂടെ ഒഴുകി അവരുടെ ഇവിടെയുള്ള വില കൂടിയ കല്ലുകളും രത്നങ്ങളും ഡയമണ്ട്സും ഒക്കെ എവിടെ പോയി? അതൊക്കെ യൂറോപ്യൻസ് ഇവിടെ നിന്നും കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ അമേരിക്കൻ സിവിലൈസേഷൻ്റെ ആ ഒരു നാശത്തെ സംബന്ധിച്ചുള്ള കവിയുടെ വേദന അദ്ദേഹം ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്നുള്ള കവിതയിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കൻ സിവിലൈസേഷൻ്റെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന അവരുടെ ആ ഒരു മനോഹരമായ ഒരു നിർമ്മിതികളാണ് നമ്മളവിടെ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആ പ്രദേശത്ത് കണ്ടോ, അവർ അന്നത്തെ സമയത്തെ അവരുടെ കൃഷി, അവരുടെ വീടുകളെ, അവരുടെ ആ ഒരു ക്രിയേഷൻസ് എത്രമാത്രം മനോഹരമായ ക്രിയേഷൻസ് ആണെന്ന് നോക്കുക. ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ മാച്ചു പിച്ചു അതിൻ്റെയൊക്കെ ഒരു സിമ്പലായിട്ട് നിൽക്കുകയാണ്. ആ കടന്നുകയറ്റത്തിൻ്റെ ആ ഒരു നാശത്തിൻ്റെ ഒരു സിമ്പലാണ് ഈ മാച്ചു പിച്ചു. ഓക്കെ, അതുകൊണ്ടാണ് ആ പിക്ചർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ മാപ്പിലേക്കൊന്ന് നോക്കാം. നമ്മൾ പഠിക്കുന്ന മായൻ സിവിലൈസേഷൻ, അസ്ടെക് സിവിലൈസേഷൻ ആൻഡ് ഇൻക സിവിലൈസേഷൻ. നിങ്ങൾ ഈ കാണുന്ന മാപ്പിൽ ലാറ്റിൻ അമേരിക്ക, അതായത് മെക്സിക്കോ, നിങ്ങൾ നോർത്ത് ഭാഗത്തേക്ക് നോക്കുക. നോർത്ത് അമേരിക്കയുടെ ഏറ്റവും സൗത്ത് ഭാഗത്ത് കാണുന്ന പ്രദേശമാണ് മെക്സിക്കോ. മെക്സിക്കോയോട് ചേർന്ന് കിടക്കുന്ന, നമുക്കറിയാം, അതിനോട് ചേർന്ന് കിടക്കുന്ന ഓഷ്യനാണ് പെസഫിക് ഓഷ്യൻ. പെസഫിക് ഓഷ്യനിലേക്ക് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് സൗത്ത് അമേരിക്ക കോണ്ടിനെൻറ്റ് കാണാം. ഈ സൗത്ത് അമേരിക്കയിലെ പെറു എന്ന് പറയുന്ന പ്രദേശമാണ് ഇൻക എന്ന് പറയുന്ന സിവിലൈസേഷൻസ് നിലനിന്നിരുന്ന പ്രദേശമാണ് നമുക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റുന്ന സൗത്ത് അമേരിക്കയിലെ പെറു. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയുടെ സൗത്ത് ഭാഗത്ത് വരുന്ന മെക്സിക്കോയിലായിരുന്നു അസ്റ്റക്കും മായൻ സിവിലൈസേഷനും. അപ്പോൾ അസ്റ്റക് സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷൻ, ഇൻക സിവിലൈസേഷൻ, ഈ 3 സിവിലൈസേഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആ പ്രദേശങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു മാപ്പോട് നമുക്ക് കാണാം. ഇവിടെ നോക്കിക്കേ, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്ക് എല്ലാവരും നോക്കുക. നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ് 3 രാജ്യങ്ങളാണ്. ഏറ്റവും സൗത്ത് ഭാഗത്തെ മെക്സിക്കോ, മിഡിൽ ഭാഗത്തെ നമ്മൾ USA എന്ന് വിളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇവിടെ ഏത് കളറിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കാണുന്ന? USA ഇവിടെ ഗ്രീൻ കളറിലാണ് കാണുക. മെക്സിക്കോ ഏത് കളറിലാണ് കാണിച്ചിരിക്കുന്നത്? യെല്ലോ കളറിലാണ് കാണിച്ചിരിക്കുക. മെക്സിക്കോ അത് മറ്റൊരു രാജ്യമാണ് മെക്സിക്കോ. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും നോർത്ത് ഭാഗത്തേക്ക് വന്നേ കാനഡ. അപ്പോൾ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് പ്രധാനമായും 3 രാജ്യങ്ങളായിട്ടാണ് അത് തിരിഞ്ഞിരിക്കുന്നത്. ഏറ്റവും സൗത്ത് ഭാഗത്ത് മെക്സിക്കോ, മിഡിൽ പോർഷനിൽ USA, നോർത്ത് ഭാഗത്ത് കാനഡ. ഓക്കെ, ഈ മെക്സിക്കോയും ഇനി നിങ്ങൾ താഴേക്ക് നോക്കിക്കേ, ഇതാണ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് അല്ലേ. അമേരിക്കൻ കോണ്ടിനെൻ്റ് 2 എണ്ണമാണ്, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റും സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റും. നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഏറ്റവും സൗത്ത് ഭാഗമാണ് മെക്സിക്കോ. ഈ മെക്സിക്കോയും സൗത്ത് അമേരിക്കയും ചേരുന്നതാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ മായൻ സിവിലൈസേഷനും അതുപോലെ തന്നെ അസ്റ്റക് സിവിലൈസേഷനും എവിടെയാണ് നമ്മൾ കാണപ്പെടുക? ഈ മെക്സിക്കോയിലാണ്. ഇൻക സിവിലൈസേഷൻ എവിടെയാണ് കാണപ്പെടുക? സൗത്ത് അമേരിക്കയിലെ പെറു. സൗത്ത് അമേരിക്കയിലെ പെറു നിങ്ങൾക്ക് ഇവിടെ കാണാം. പെറു, നിങ്ങൾ ആ സൗത്ത് അമേരിക്കയിലെ ഗ്രീൻ കളറിലുള്ള ഭാഗത്തേക്ക് നോക്കിയേ, പെറു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ ഒരു മാപ്പ്. ഇതതിൻ്റെ ആ സ്ഥലങ്ങൾ മാത്രം സൂം ചെയ്ത് വന്നിരിക്കുന്ന മാപ്പാണ്. അപ്പോൾ അസ്റ്റക്ക് എവിടെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ, മെക്സിക്കോയിലാണ്. മായൻ സിവിലൈസേഷൻ എവിടെയാണ്? അതും മെക്സിക്കോയിലാണ്. ഇത് രണ്ടും നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഏറ്റവും സൗത്ത് ഭാഗമാണ്. ഇൻക സിവിലൈസേഷൻ കംപ്ലീറ്റ്ലി സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. ആ പർട്ടിക്കുലർ സ്ഥലമാണ് പെറു. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ജോഗ്രഫി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? ദ അസ്റ്റക് സിവിലൈസേഷൻ, ദ മായൻ സിവിലൈസേഷൻ ആൻഡ് ദ ഇൻക സിവിലൈസേഷൻ. ഇനി നമുക്ക് ഓരോ സിവിലൈസേഷനെ പറ്റി പഠിക്കാം. ഇൻ ദ 12th century, the Aztecs migrated to the valley of Mexico. Aztec society was hierarchical. ഈ 12th centuryയിലാണ് ഈ അസ്റ്റക്ക് എന്ന് പറയുന്ന ആ ഒരു ട്രൈബൽ പീപ്പിൾ
മെക്സിക്കോയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു വന്നു. അപ്പോൾ മെക്സിക്കോയിൽ അവർ അവരുടെ താമസം തുടങ്ങി 12th century. ദേ സൊസൈറ്റി വാസ് ഹൈറാർക്കിക്കൽ. എന്താണ് ഈ ഹൈറാർക്കി? ഏറ്റവും ടോപ്പിൽ ഒരു ട്രൈബൽ ലീഡർ കാണും, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ മറ്റു കുറച്ച് ലീഡേഴ്സ് കാണും, അവരുടെ അണ്ടറിൽ മറ്റു കുറച്ച് ലീഡേഴ്സ് കാണും. അങ്ങനെ ഹൈറാർക്കിക്കലായിട്ട് വരുന്ന ഏറ്റവും ലാസ്റ്റ് കോമൺ പീപ്പിൾ കാണും. അങ്ങനെ ഹൈറാർക്കിക്കൽ ലെവലിലുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു അസ്ട്രക് സൊസൈറ്റി. ദിയർ ക്യാപിറ്റൽ വാസ് ടിനോചക്ടിക്ലാൻ. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ വളരെ പ്രയാസം പിടിച്ച വേർഡാ അല്ലേ? ടെനോചക്ടിക്ലാൻ. ദേ ബിൽറ്റ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ലൈക്ക് ചിനംബാസ് ഇൻ ദ ലേക്സ് ഓഫ് മെക്സിക്കോ. മെക്സിക്കോയുടെ ലേക്കുകളിൽ ഈ അസ്റ്റക്കുകളെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഐലൻഡ്സ് ഉണ്ടാക്കുമായിരുന്നു. എന്താണ് ഐലൻഡ്? 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളെയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. 4 സൈഡ് വെള്ളമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഐലൻഡുകൾ നമുക്കറിയാം, അത് നാച്ചുറലായിട്ടുള്ള ഐലൻഡുകളുണ്ട്. ശ്രീലങ്ക ഐലൻഡാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നമ്മുടെ വെസ്റ്റ് ഭാഗത്തെ ഐലൻഡ്സ് ഉണ്ട്, ലക്ഷദ്വീപ്. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഭാഗത്തെ ബേ ഓഫ് ബംഗാളിലും നമുക്ക് ഐലൻഡ്സ് ഉണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഐലൻഡ് ഉള്ളതുപോലെ തന്നെ ഈ അസ്റ്റക്സ് എന്ന് പറയുന്ന ഈ ഒരു സിവിലൈസേഷൻസ് ട്രൈബൽസ് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഐലൻഡ്സ് ഉണ്ടാക്കുമായിരുന്നു. അതായത് മുളയും ഒക്കെ ഉപയോഗിച്ച്, ഇലയും ഒക്കെ ഉപയോഗിച്ച്, ഇതുപോലെ ക്ലേ ഒക്കെ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ പേരാണ് ചിനംബാസ്. This is an example of their construction skill. They gave importance to agriculture and cultivated corn, beans, squash, pumpkin, cassava and potatoes. കസവ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന സാധനമാണ് അല്ലേ? കപ്പ, കസവ. പംകിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മത്തങ്ങ അല്ലേ? സ്ക്വാഷ് എന്താണ്? സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ്. സ്ക്വാഷ്. Beans, corn, they cultivated all these. They gave more importance to agriculture. They were also engaged in trade, other occupations. They used coins made of metals such as copper, gold and tin. They made coins. ഈ civilization എത്ര great civilization ആണ് നോക്കുക. They know how to make coins and they made coins out of gold, copper and tin. They gave importance to education. They know the importance of education and they gave more importance to education. Education institutions called them Kalmekam, built for the children of nobles, and Tepochkali for the children of others. അപ്പോൾ കോമൺ പീപ്പിളിന് വേണ്ടി ടെപ്പോക്കല്ലി എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ നോബിൾസിൻ്റെ, അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പിൻ്റെയൊക്കെ, രാജാവിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെ ടോപ്പ് ലീഡേഴ്സിൻ്റെയൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ കാൽമേക്കാക്കും ദീസ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ ബിൽറ്റ്. സോ ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ്, ട്രേഡ് ആൻഡ് ഓൾസോ ഗേവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ അസ്റ്റക്കുകളെ 12th centuryയിലാണ് ഈ മെക്സിക്കോയിലേക്ക് വന്ന് താമസം തുടങ്ങിയത്. അവർക്ക് ചിനംബാസ് എന്നുള്ള പേരിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് വരെ ഉണ്ടാക്കാൻ അവർക്ക് നോളജ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചിനംബാസ് ഒന്ന് കാണാം. ഇതാണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്. നോക്കിക്കേ, മണ്ണും തടിയും ചെളിയൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഐലൻഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ അവരെ ഇതുപോലുള്ള ബിൽഡിങ്സും പിന്നെ അഗ്രികൾച്ചറും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ചിനംബാസ്. വളരെ മനോഹരം അല്ലേ? മനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ് ചിലംബാസ്. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ അമേരിക്കൻ സിവിലൈസേഷനായ മായൻസിനെ പറ്റി പഠിക്കാം. ദ മൈൻസ് സിവിലൈസേഷൻ ഡെവലപ്ഡ് ഇൻ മെക്സിക്കോ ബിറ്റ്വീൻ 12th and 14th century. അപ്പോൾ മായൻസ് മെക്സിക്കോയിൽ വന്ന് താമസം തുടങ്ങിയത് 12th 14th centuryക്കിടയിലാണ്. അപ്പം മറ്റൊരു 12th century ആണെങ്കിൽ ഇവർ ഏകദേശം സെയിം സെഞ്ചുറികളിലാണ് മായൻസും മെക്സിക്കോയിലേക്ക് താമസം വരുന്നത്. അപ്പോൾ അസ്റ്റക്കുകളും മായൻസും മെക്സിക്കോ ആണെന്ന് ഓർത്തോണം. ദ മൈൻസ് ക്ലിയർഡ് ദ ജംഗിൾ ആൻഡ് കൾട്ടിവേറ്റഡ് മെയ്സ്. അപ്പോൾ മൈൻസ് ജംഗിൾ ക്ലിയർ ചെയ്ത് മെയ്സിൻ്റെ കൃഷി തുടങ്ങി. മെയ്സ്.
They built palaces and temples with stones. They know how to construct palaces and temples with stone. They made gold, silver jewelry and beautiful pottery. They know how to make pottery, and they made gold, silver jewelry. They used pictographic alphabet. They know a sort of alphabet. It was pictographic alphabet. അതായത് പിക്ചേഴ്സ് ആണ് ഉപയോഗിക്കുക. നമ്മുടെ ഈ ചൈനീസ് ആൽഫബറ്റ് ഒക്കെ പോലെ പിക്ചേഴ്സ്. ഇപ്പോൾ ആനയാണെങ്കിൽ ഒരു ചെറിയ ആനയായിരിക്കും വരയ്ക്കുന്നത്, ഒരു ട്രീ ആണെങ്കിൽ ഒരു ചെറിയ ട്രീ വരയ്ക്കും, ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരു പിക്ടോഗ്രാഫിക് ആൽഫബറ്റ് ആയിരുന്നു മായൻസിന്. ദേ യൂസ്ഡ് ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് പേപ്പർ മെയ്ഡ് ഫ്രം എ സ്പെഷ്യൽ പ്ലാന്റ് ഫോർ റൈറ്റിംഗ്. എഴുതാൻ അവർക്ക് ഒരു പേപ്പർ പോലത്തെ എന്തോ ഒരു സ്പെഷ്യൽ പ്ലാന്റിൻ്റെ ബാർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ച് അവർ എഴുതിയിരുന്നു. ദേ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ആൻഡ് ഹാഡ് ആൻ ആൽമനാക്. വാട്ട് ഈസ് ദിസ് ആൽമനാക്? പഞ്ചാംഗം, നമ്മുടെ കലണ്ടറൊക്കെ പോലെയുള്ള സംഭവമാണ് ആൽമനാക്. സോ ദേ നോ സംതിങ് അബൌട്ട് മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി. എന്താണ് ആസ്ട്രോണമി? നമ്മുടെ ഗ്രഹങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയുമൊക്കെയുള്ള പഠനം. അതിന് നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയും. ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ഓക്കെ, പഞ്ചാംഗമൊക്കെ അവർക്കുണ്ടായിരുന്നു. സോ മൈൻസ്, അവരും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു മൈൻസ്. ഇവരും എവിടെയാണ് താമസിച്ചത്? മെക്സിക്കോ. ഓക്കെ, അടുത്ത ഗ്രൂപ്പാണ് ഇൻകാസ്. അവർ പെറു ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്ക് വരണം. ദ ഇൻക സിവിലൈസേഷൻ ഓഫ് പെറു വാസ് ദ ലാർജസ്റ്റ് ഇൻഡിജിനസ് സിവിലൈസേഷൻ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിൽ പല സിവിലൈസേഷൻസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ലാർജസ്റ്റ് വണ്ണായിരുന്നു ഇൻകാസ്. അവരെങ്ങൊന്നും വന്നവരൊന്നുമല്ല, അവിടെ തന്നെ ഉണ്ടായവരാണ് ഇൻകാസ്. ദേ വെർ ഇൻഡിജിനസ്. എ സെൻട്രലൈസ്ഡ് ഇമ്പീരിയൽ റൂൾ പ്രിവെയിൽഡ് ദെയർ. ഇപ്പോൾ എംബററൊക്കെ ഭരിക്കുന്ന പോലുള്ള ഒരു സെൻട്രലൈസ്ഡ് ഇമ്പീരിയൽ റൂളായിരുന്നു ഇൻകാസിന്. അപ്പോൾ അവർക്കൊരു രാജാവൊക്കെ ഉണ്ടായിരുന്നു, ഒരു എംബറർ ഉണ്ടായിരുന്നു, ഒരു സെൻട്രലൈസ്ഡ് റൂളായിരുന്നു. ദ കിങ് വാസ് ദ സുപ്രീം റൂളർ. Their capital was Cusco. The city had temples, palaces, and beautiful houses made of stone. They also made houses and buildings with stone. അപ്പോൾ ഈ ബ്രിക്സ് അല്ല ഉപയോഗിക്കുന്നത്, ഇവരൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റോണാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെമ്പിൾസ് നിർമ്മിക്കുമായിരുന്നു, പാലസസ് നിർമ്മിക്കുമായിരുന്നു, ഹൗസസ് നിർമ്മിക്കുമായിരുന്നു. മാച്ചു പിച്ചു ലൊക്കേറ്റഡ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ്. ഇപ്പം മാച്ചു പിച്ചു എവിടെയാണെന്നോ? ഈ ഇൻകകളുടെ സിവിലൈസേഷനിലാണ് ഈ പറയുന്ന മാച്ചു പിച്ചു. 3500 മീറ്റർ ഹൈറ്റുള്ള സെൻട്രൽ പെറുവിൽ കാണപ്പെടുന്ന ഒരു വലിയ നിർമ്മിതിയായിരുന്നു മാച്ചു പിച്ചു. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ സന്ദർശിക്കാനായിട്ട് സാധിക്കും. ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദെയർ കൺസ്ട്രക്ഷൻ സ്കിൽ. അപ്പം മാച്ചു പിച്ചു ഇൻകകളുടെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ സ്കില്ലാണ് കാണിക്കുക. At an altitude of 3,500 meters, they made jewelry using gold, silver, and copper. So they also make jewelries, gold, silver, copper jewelry. They used skin of animals to weave woolen cloth. Skin of animals were used for woolen cloth. And the government provided farmers with enough land to cultivate. Government provide land to the farmers and they cultivate in that land. The main crops were corn and potatoes. So Incas, their crops were corn and potato. They used a system of recording numbers called a Quepu. അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്നോ? ക്യൂപ്പു എന്നുള്ള പേരിൽ അവരൊരു നമ്പർ കണ്ടുപിടിച്ചിരുന്നു. അതൊരു സ്പെഷ്യൽ നമ്പറാണ് കേട്ടോ. സ്പെഷ്യലി ഒരു വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു ക്യൂപ്പു. കുസ്കോ എന്നായിരുന്നു അവരുടെ ക്യാപിറ്റലിൻ്റെ പേര്. ഇവർ എംബറർ ഉണ്ടായിരുന്നു, ഒരു സുപ്രീം അതോറിറ്റി ഇവർക്കുണ്ടായിരുന്നു. ഓക്കെ, സിറ്റിയുണ്ട്. മാച്ചു പിച്ചു എവിടെയാണ്? ഇൻകകളുടെ പെറുവിലാണ്, സൗത്ത് അമേരിക്ക. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ഇൻകകളുടെ ആൽഫബറ്റ്. ക്യൂപ്പു എന്നാണ് അത് വായിക്കേണ്ടത്. ക്യൂപ്പു ഉണ്ടോ? ഇത് പ്രത്യേക രീതിയിലുള്ള ത്രെഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ ഈ സിസ്റ്റം
നമുക്ക് അവരുടെ ഒരു പ്രത്യേക ക്രിയേഷനായിരുന്നു ഈ ക്യൂപ്പു. അപ്പോൾ നമ്മൾ ഈ അസ്റ്റക്കിനെ പറ്റിയും മായൻസിനെ പറ്റിയും ഇൻകകളെ പറ്റിയുമാണ് പഠിച്ചത്. അസ്റ്റക്കുകൾക്കും മായൻസിനും ഇൻകകൾക്കും കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് നമ്മളിവിടെ കണ്ടു. ജ്വല്ലറിയുടെ നിർമ്മാണമാണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം അവർക്കൊരു കോമൺ ഫാക്ടറുണ്ട്. അപ്പോൾ നമുക്ക് ആ കോമൺ ഫീച്ചേഴ്സ് കൂടി ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ വേരിയസ് കൾച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ അമേരിക്ക. അസ്റ്റക്, മായൻസ് ആൻഡ് ഇൻകാസ്. All these civilizations developed between 11th to 14th century. Is it? They gave importance to agriculture. They cultivated corn and potatoes. They engaged in handicraft. They made gold and silver jewelry. They made significant progress in mathematics, astronomy. They know something about alphabet. They made houses and temples and palaces using stone. അതൊക്കെ എഴുതാം കേട്ടോ. Stone. They used stone for the construction purpose. These are the common features or common factors in American civilizations. മായൻ സിവിലൈസേഷനിലെ ഒരു ടെമ്പിളാണ് ഈ കാണുന്നത്. ഷ്രൈൻ ഇൻ മായൻ സിവിലൈസേഷൻ. ടെമ്പിൾ ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് ടെമ്പിൾസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. സോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 11th ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. 6 വീഡിയോസ് ഉണ്ട്. എല്ലാവരും 1 by 1 ആയിട്ട് 6 വീഡിയോസും കാണണം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി 1 by 1 ആയിട്ട് കാണാൻ പറ്റും. പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചാപ്റ്ററാണ് ഫ്യൂഡലിസം. പിന്നെ നമ്മൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എല്ലാ കോണ്ടിനെൻറ്റിലെയും വളരെ പ്രധാനപ്പെട്ട ചില എംപയറുകളും എംപറേഴ്സിനെയും പരിചയപ്പെട്ടു. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും പഠിച്ചു. അപ്പോൾ എല്ലാവരും 1 ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. 12th ചാപ്റ്ററുമായിട്ട് ടീച്ചർ പെട്ടെന്ന് എത്തുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.